നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 507 507. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 507, സർഗം 3. ശ്രീകൃഷ്ണ ലീലാകാന്ഡം എന്നുള്ളതിൽ സർഗം 3. സത്യപ്രതിജ്ഞ, ധർമ്മവിചാരം, പുത്രദാനം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് 14ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മർത്യൻ്റെ മേന്മ അഖിലം സത്യധർമാതിമൂലമാം. ഇന്നിപ്പോൾ 2024 ലോകസഭ എലക്ഷൻ റിസൾട്ട് വന്നു അല്ലേ? ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ എപ്പിസോഡ് 10-20 വർഷം ശേഷം കേൾക്കുമ്പോഴും ഈ പറഞ്ഞത് ആൾക്കാർ മനസ്സിലാക്കുമല്ലോ അല്ലേ? 2024 ജൂൺ 4 റിസൾട്ട് വന്നു. ഏത്? ഇന്ത്യൻ ലോകസഭയിലേക്ക് പാർലമെൻറ്റ് എലക്ഷൻ. അപ്പോൾ പരാജയം ജയം എന്നുള്ളത് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? മർത്യൻ്റെ മേന്മ അഖിലം സത്യധർമാതിമൂലമാം. സത്യപ്രാപ്തിക്ക് എന്തു തന്നെ ഉപേക്ഷിക്ക മഹാജനം. സത്യനിവൃത്തിക്ക് വേണ്ടിയിട്ട്, സത്യപ്രാപ്തിക്ക് എന്തിനേയും ത്യജിക്കാനുള്ള സംവിധാനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായാലേ സമൂഹം നന്നാവുള്ളൂ എന്ന് ഇന്നത്തെ ഈ പ്രഭാഷണം കേൾക്കുന്ന ഭാഗവത ഭക്തദാസ കുടുംബത്തിലത്തെ മാന്യ വ്യക്തികൾ മനസ്സിലാക്കി ജീവിച്ചാൽ വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. പെട്ടെന്ന് ലോട്ടറി കിട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്താ വേണ്ടു? നമ്മൾക്ക് കടന്ന ഉറക്കം വരണം, കഴിച്ചാൽ ദഹിക്കണം. ഈ 2 വരത്തിനേക്കാൾ വലിയൊരു വരവില്ല. പിന്നെ എവിടെ ജനിക്കുകയാണെങ്കിലും സത്സംഗത്തിന് സന്ദർഭം കിട്ടണേ ഭഗവാനെന്ന് മാത്രം. കാരണം സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഉയർച്ച മോക്ഷം കൊണ്ടോ അല്ലെങ്കിൽ സ്വർഗവാസം കൊണ്ടോ ഉണ്ടാവില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാമെന്നാണല്ലോ ഈ മോക്ഷം, അല്ല ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ 5 സ്റ്റാർ ഹോട്ടലിൽ. പക്ഷേ അവരവരുടെ കുടിയിൽ 5 സ്റ്റാർ ഹോട്ടൽ ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, ഈശ്വരപാദാരവിന്ദത്തിൽ മനസ്സർപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ പറയണോ, ഈശ്വരാർത്ഥിക്ക് പാടുണ്ടോ പുത്രമിത്രാദി ചിന്തനം. വളരെ ശ്രദ്ധിക്കണം. ഉടനെ എനിക്ക് ഓർമ്മ വന്നത് കേരളത്തിലെ മഹാനായിരുന്ന പൂന്താനം തിരുമേനി പറയുണ്ടായി, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റ് ഉണ്ണികൾ എന്തിനാന്ന് ചോദിച്ചു അദ്ദേഹം. അതാണ് ഈശ്വരാർത്ഥിക്ക് പാടുണ്ടോ പുത്രമിത്രാദി ചിന്തനം. ഇപ്പോൾ വള്ളിക്കാവിലമ്മ, നമ്മുടെ എന്താണെന്നാ പറയുക, രമണ മഹർഷി, നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ശങ്കരാചാര്യർ എന്ന് വേണ്ട സന്യാസം സ്വീകരിച്ചവർക്കൊക്കെ, അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തിക്കു പാടുണ്ടോ പുത്രമിത്രാദി ചിന്തനം. മിത്രാദി ചിന്തനം ഉണ്ടായാൽ ഈശ്വരോപാസന നടക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. യു ടേക്ക് ഇറ്റ് ഫ്രം മീ ആസ് ഗ്രാൻഡഡ്. സംശയിച്ച് ഇനി നിന്നീടിൽ കൊല്ലും സർവരെയും ഖലൻ. സംശയിച്ച്, അതായത് ഇത് ആരുടെ ഭാഗമാണ്? സാക്ഷാൽ ആനകതുന്ധുബി എന്ന പേരിന് അർഹനായ വസുദേവര് തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ദേവകീ ദേവിയുടെ സഹോദരസ്ഥാനീയനായ കംസ മഹാരാജാവിൻ്റെ ക്രൂരഹസ്തങ്ങളിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ ജീവൻ ദാനം ചോദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരാർത്ഥിക്കു പാടുണ്ടോ പുത്രമിത്രാദി ചിന്തനം. സംശയിച്ചിനി നിന്നീടിൽ കൊല്ലും സർവരെയും ഖലൻ. ബുദ്ധിയില്ലാത്തവനാണ് അവൻ. അതിനാൽ ഈശ്വരൻ തോന്നിച്ചത് തന്നെ ഉറച്ചു ഞാൻ. എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് ഞാൻ പറയാൻ പാടില്ല. എനിക്ക് ഭഗവാൻ ബുദ്ധി തോന്നിച്ചു എന്ന് മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ. ഞാനെന്നല്ല നിങ്ങളും. എന്നാൽ നമുക്ക് രക്ഷപ്പെടാം.
എൻ്റെയും നിങ്ങളുടെയും ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ചിത്താകാശം ഇതൊക്കെ പ്രവർത്തിക്കണത് ആത്മാവിൻ്റെ സന്നിധാനം കൊണ്ടാണ്, സവിധത്തിലാവ് കൊണ്ടാണ്. അപ്പം എൻ്റെന്ന് പറയരുത്. പരമശയോ എൻ്റെ ഭഗവാൻ എന്ന് പറയാം. എൻ്റെ ബുദ്ധി അങ്ങനെയില്ല, ഒക്കെ ഈശ്വരൻ്റേതാണ്. ആ ഒരു വിനയം വന്നു, നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനാൽ ഈശ്വരൻ തോന്നിച്ചത് തന്നെ ഉറച്ചു ഞാൻ. ആരും ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഇറങ്ങില്ല. ആരെങ്കിലും കുഴിച്ച കുഴിയിൽ സ്ലിപ്പ് ചെയ്ത് വീണു എന്ന് വരും. ആരാൻ കൊഴിച്ച കുഴിയിൽ നമ്മൾ വീഴുന്നല്ലാണ്ട് അവരവർ കുഴിച്ച കുഴിയിൽ വീഴില്ലല്ലോ. അപ്പോൾ എനിക്ക് അച്ഛനമ്മമാരോടും സഹോദരി സഹോദരന്മാരോടും അല്ലെങ്കിൽ ഇതര റിലേറ്റീവ് ടേംസിലുള്ളവരോട് എന്തേ പറയുള്ളൂ, നമ്മൾ ആരും ആരെയും തൂക്കി നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആരെയും നിന്ദിക്കുകയെ പാടില്ല. കാരണം എന്താ, അവരവരുടെ മനോധർമ്മം, അവരവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ഈ ഇൻക്ലൂഡിങ് അവർ ഓൺ ചിൽഡ്രൻ, ഇനി അങ്ങനെ പറയാം, ആരെ വിവാഹം കഴിക്കണം, എവിടെ ജോലി ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കണതാരാ? ആ വ്യക്തിയുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ് എന്നത് മനസ്സിലാക്കിയാൽ എൻ്റേതെന്നും എനിക്കെന്നുള്ളതിനും പ്രസക്തി ഇല്ല. ഇന്നലെ കുമാരൻ തമ്പി സാറ് പറയുണ്ടായി, വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വൃദ്ധി പ്രാപിച്ചവൻ എന്നാണ് അർത്ഥം. നമ്മളൊക്കെ വൃദ്ധന്മാരാണ്. പക്ഷെ നമ്മൾക്കൊക്കെ വൃദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. അപ്പോൾ വൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ മലകൾ ഇളകിലും മഹാജനാന മനമിളക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ശോഷിച്ചു എന്നാണ് അർത്ഥം. ശരീരം ശോഷിക്കാം, മനസ്സ് ശോഷിക്കരുത്. മനസ്സ് ശോഷിച്ചാൽ എന്താ, ഈ മതിമാൻ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ അർഹന്മാരാവില്ല. അപ്പോൾ എന്തു വേണം ഇവിടെ? സംശയിച്ചന് നിന്നേടിൽ കൊല്ലും സർവരെയും ഖലൻ, അതിനാൽ ഈശ്വരൻ തോന്നിച്ചതു തന്നെ ഉറച്ചു ഞാൻ. സത്യത്തെ ബാധിച്ചിടുവതെന്തായാലും ത്യജിക്കയാം. സത്യത്തെ ബാധിച്ചിടുവത് എന്തായാലും ഞാൻ ത്യജിക്കാം. ഞാൻ പറഞ്ഞ ശബ്ദം സത്യത്തിൽ ഉറച്ചതാണ്. സത്യം ജയിക്കണം. സത്യമേവ ജയതേ. എന്നിട്ടോ സഹിക്കവയ്യാതെ ഈ വണ്ണം ഉൾത്തടം നീറിയിടുമ്പോഴും ആർക്ക്? വസുദേവർക്ക്. സത്യസന്ധത പാലിപ്പോൻ മാത്രമാം ധീരനൂഴിയിൽ. ധീരൻ എന്ന ശബ്ദത്തിന് പാത്രീഭൂതൻ ആരാ എന്ന് ചോദിച്ചാൽ സത്യസന്ധത പാലിപ്പാൻ. ഞാനതിൽ വളരെ ഗൗരവം ഉള്ള ആളാണ്. എന്താ, ബോംബെയിൽ ഞാൻ പല ബിസിനസ്സും ചെയ്തു. ഒരു എഗ്രിമെൻറ്റും ഇല്ലാതെ കണ്ടാണ് ഒരു ഫോർട്ട്നൈറ്റ് 2 വീക്സ് 15 ഡേയ്സിക്ക് ഒരു 7-8 ലക്ഷം രൂപയുടെ ബിസിനസ്, ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ്സായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഞാൻ ഒരു 2-3 ഏജൻറ്റിനെ മാറ്റിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ സൗകര്യത്തിന്. അവരോട് ആരോടും എനിക്ക് എഗ്രിമെൻ്റ് ഇല്ല, പക്ഷേ 10 പൈസ ഞാൻ ആരും തോൽപ്പിച്ചിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് 2016 അവസാനം 2006 അവസാനം ഈ ഐട്ട ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സബ് ഏജൻ്റ് ആയിരിക്കുന്ന എനിക്കും ഒന്നും കിട്ടാതെ ഉണ്ടായി. എനിക്ക് അത് പറയുമ്പോൾ എൻ്റെ ചേച്ചി ഞാൻ എന്തൊക്കെയാണ് വിഡ്ഢിത്തര എന്ന് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ വിഡ്ഢിത്തരല്ല പറഞ്ഞത്, വിഡ്ഢിയാണ് ഞാൻ. അത് വേറെ കാര്യം. ഞാൻ അനുഭവിച്ച വ്യതകൾ ഈശ്വരൻ എങ്ങനെയാണത് ഇല്ലാതെ കണ്ടാക്കിയത്. കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് കൊണ്ട് 1.75 ഇൻട്രസ്റ്റാണ് പെർ മന്ത്. കൊടുക്കാനുള്ള 9.5 lakhs ഞാൻ അടിച്ചു കൊടുത്തു. അപ്പം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം എന്തുമാത്രം ഇൻട്രസ്റ്റ് വരുന്നുള്ളത്. പിന്നെ പലവരും എന്നെ രക്ഷിച്ചു അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ധർമ്മം വദാ ധർമ്മം ചര. അപ്പം ധർമ്മം നമ്മളെ പരിപാലിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിവർന്നിരിക്കണത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സത്യസന്ധത പാലിപ്പാൻ, സമൂഹത്തിലെ സത്യസന്ധത. ഞാൻ എൻ്റെ ഗുരുനാഥന് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ ഗുരുനാഥൻ എനിക്ക് തന്ന ഒരു ഉപദേശം,
ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്വർ. ഇന്നെല്ലാം കച്ചവടമാണ്, ഭാഗവതവും സപ്താഹവും ഒക്കെ കച്ചവടമാണ്. അത് വേണ്ടാന്ന് വെക്കാൻ കാരണം സത്യസന്ധത പാലിപ്പാൻ. അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും ഇല്ല. ഈശ്വരൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഔചിത്യമായ രീതിയിൽ, ശ്രേഷ്ഠമായ രീതിയിൽ ശരിയാക്കി തന്നിട്ടുണ്ട്. കാരണം എന്താ? സഹിക്കവയ്യാതെ ഈ വണ്ണം മുൾത്തടം നേരിടുമ്പോഴും സത്യസന്ധത പാലിപ്പോൻ മാത്രമാം ധീരൻ ഊഴിയിൽ. രുക്മാംഗദൻ, ഉദാഹരണം, രുക്മാംഗദൻ ഏകാദശി നോൽക്കണ്ണയിൽ കേമനായിരുന്നു. രുക്മാംഗദൻ ഹരിശ്ചന്ദ്രൻ അദ്ദേഹം അതെ തുടർന്നോര് ആ വിധത്തിലാം ഈ വണ്ണമോർത്തുതൻ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയുടൻ. അതായത് അതാത് വർഷത്തിൽ ദേവകി ദേവി പ്രസവിക്കുന്ന കുട്ടികളെ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഈ വണ്ണമോർത്തുതൻ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയുടൻ കംസന്റെ മുമ്പിൽ നിശങ്കം, ശങ്കയില്ലാതെ, ആ ഒരു ഹിമാലയ പർവ്വതത്തിൻ്റെ അത്ര ഖനമുണ്ട് ആ നിസ്സംഗം എന്നുള്ള വാക്കിന്. ശങ്കിക്കരുത്, തെറ്റോ ശരിയോ അവരവരുടെ ആത്മശാന്തിക്ക് ഉതകുന്ന കാര്യം ചെയ്യാം. യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത. അപ്പോൾ നമ്മുടെ മനഃശാന്തി അതെന്താ? ഈശ്വര സങ്കല്പങ്ങളെ നിറവേറ്റുക. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ വണ്ണമോർത്തുതൻ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയുടൻ കംസന്റെ മുമ്പിൽ നിശങ്കം കിടത്തി ശൂരനന്ദനൻ. ശൂരവംശത്തിൽ ജനിച്ചിട്ടുള്ള ഈ ആനകദുന്ദുവി എന്ന പേരിന് അർഹനായിട്ടുള്ള വസുദേവര് സത്യത്തിൽ നിഷ്ഠ കണ്ട ഉള്ളിൽ ഒരു തെരി അലിഞ്ഞവൻ. അപ്പോഴേക്കും കംസന് ഇദ്ദേഹത്തിൻ്റെ സത്യത്തിൽ ഉള്ള നിഷ്ഠ കണ്ടിട്ട് ഉള്ളിൽ ഒരു ഇത്തിരി അലിഞ്ഞവൻ എന്ത് ചെയ്തു? അപ്പോൾ ഒരു കാര്യം മനസ്സിലായ, ഒരു ഗുണപാടുണ്ട് അവിടെ. എന്താ? എത്ര ദുഷ്ടനായിട്ടും സത്യനിഷ്ഠന്മാരെ അവർക്ക് ഇഷ്ടമാണ്. അതാണ് സത്യനിഷ്ഠന്മാർ. ഈ പോക്കറ്റ് അടിക്കാരെ, കവർച്ചക്കാർക്കൊക്കെ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഇത്ര രൂപ എനിക്ക് തരണം എന്ന് ഡോൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ചിലവരതിൽ മിടുക്കന്മാരുണ്ടാവും, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. പക്ഷെ ഡോണിനറിയാം ഈ ഫീൽഡിൽ ആരും മോശക്കാരല്ല എന്നുള്ളത്. അപ്പോൾ എന്നെ കവച്ച് വെക്കേണ്ട നീ, അപ്പം ശിക്ഷിക്കും, അടിക്കും, ഇഞ്ചിക്കുത്തു കുത്തു. അതന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ വണ്ണമോർത്തുതൻ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയുടൻ കംസന്റെ മുമ്പിൽ നിസ്സംഗം കിടത്തി ശൂരനന്ദനൻ സത്യത്തിൽ നിഷ്ഠ കണ്ടുള്ളിൽ ഒരിത്തിരി അലിഞ്ഞവൻ. ഖലനെങ്കിലും ആ കുഞ്ഞിൻ കൊച്ചു കൈത്താരിൽ മെല്ലവേ പൊന്നാണ്യമൊന്നെടുത്ത് അമ്പാർ നേകിയും കൊണ്ട് ചൊല്ലിനാൻ. ഇത് ഭാഗവതത്തിലില്ല കേട്ടോ. പക്ഷേ കവികൾക്ക് സങ്കല്പമാണ് പ്രധാനം. അപ്പോൾ ഒരു കൊച്ചു നാണയം എടുത്ത് കുട്ടീനെ കണ്ട സന്തോഷം എന്നുള്ള നിലയ്ക്ക് ഒരു സ്വർണ്ണ നാണയം കയ്യിൽ കൊടുത്തിട്ട് വസുദേവരോട് പറയാണ്, അഷ്ടമൻ ദേവകിക്കുണ്ടാവുന്ന അഷ്ടമപുത്രൻ അല്ലേ, 8ാമത്തെ പുത്രൻ എൻ്റെ മരണത്തിന് കാരണമാവുന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ എന്തിനാ ഈ കുട്ടികളെ കൊല്ലണത്? അതുകൊണ്ട് കൊണ്ട് സൂക്ഷിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതാണ് അപ്പം ഖലനെങ്കിലും ആ കുഞ്ഞൻ കൊച്ചു കൈത്താരിൽ മെല്ലവേ പൊന്നാണ്യം ഒന്നെടുത്തമ്പാർ നേകിയും കൊണ്ടു ചൊല്ലിനാൻ. കൊണ്ടുപോയി കൊള്ളുക വേഗത്തിൽ മുലയെ കട്ടേ ദേവകി. ഓ മൈ ഗുഡ്നസ്, ഭയങ്കര ഒരു സോഷ്യൽ റീഫോർമിസ്റ്റാണ് അല്ലേ. പിന്നെ ഇദ്ദേഹം അത്ര വ്യാസർ അത്ര പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ താമരശ്ശേരി കൃഷ്ണഭട്ടതിരിപ്പാട് ആ ഉണ്ണിക്കണ്ണനോടുള്ള 6-7 വർഷത്തെ നിതാന്തമായിട്ടുള്ള ശ്രദ്ധ, ഭക്തി വരുമ്പോൾ ഈശ്വരനെ അനുമോദിക്കാൻ, ഈശ്വരനെ അനുകരിക്കല്ല, ഈശ്വരനെ അനുമോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഈ കൃതി വായിക്കുന്നവർക്കൊക്കെ എന്താണെന്ന് പറയുക, കൃഷ്ണൻ്റെ ഏട്ടന്മാരാണല്ലോ ആദ്യം പറഞ്ഞവരെ, അവരോടുള്ള ബഹുമാനം, അവരെ കണ്ടാൽ എങ്ങനെ പെട്ടെന്ന് കൊല്ലുക, അല്ലെങ്കിൽ വൈകൃതമായിട്ടുള്ള മനസ്സിന് അടിമയായാലേ നമ്മൾ പിന്നെ അക്രമങ്ങൾ ചെയ്യുള്ളൂ. സാധാരണ നിലയ്ക്ക് അക്രമം ചെയ്യില്ല, വൈകൃതമായ മനസ്സിന് അധിപതിയാകുമ്പോൾ അക്രമം ചെയ്യും.
അപ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ശൗശീല്യം തോന്നി. കുട്ടിക്ക് ഒരു കുതിരപ്പവനൊക്കെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ ദേവകി. ഈ കുട്ടി ചെറിയ കുട്ടിയല്ലേ, പ്രസവിച്ചിട്ട് അപ്പം തന്നെ. അപ്പോൾ മുലയൂട്ടട്ടെ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ കൊണ്ടുപോയി കൊള്ളുക വേഗത്തിൽ മുലയെ കട്ടെ ദേവകി, എട്ടാമനുണ്ണിയെ കൊണ്ട് തന്നാൽ മതി നമുക്ക്. ഇനി പ്രസവിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഒരു സ്റ്റാൻഡിങ് ഓർഡറാണ്. പക്ഷേ എട്ടാമനുണ്ണിയെ കൊണ്ട് തന്നാൽ മതി നമുക്കിനി, കാതാലതും കേട്ടുകൊണ്ടു മടങ്ങും യദുപുങ്കവൻ. ചെവിയിൽ കൂടെ കേട്ട ഉടനെ അവിടെ നിന്ന് രാം രാം എന്ന് പറഞ്ഞ കുട്ടീനും കൊണ്ട് പോന്നു. യദുപുങ്കവൻ സന്തോഷിച്ചീലതാണ്ടില്ലും മൂർഖൻ്റെ മധുവാണിയിൽ. അതും നമുക്കൊരു ഗുണപാഠമാണ്. സത്യസന്ധതൽപരന്മാരായിരിക്കുന്ന ആൾക്കാരുടെ വാക്കിൽ നമുക്ക് സന്തോഷിക്കാം. ഖലത്വമുള്ളവൻ്റെ വാണിയിൽ നമ്മൾ വിശ്വസിക്കരുത്. എപ്പോഴാണ് അവർ മാറ്റി പറയാൻ പറ്റില്ല. വാക്കിന് സ്ഥിതപ്രജ്ഞ, ബോധത്തിലിരിക്കുക. മറ്റുള്ളവർക്ക് കമ്മിറ്റ് ചെയ്തത് ശകുന്തളോപാഖ്യാനത്തിൽ ശകുന്തള ഗർഭിണിയായിട്ടുള്ള ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്ത് പോയപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, നീ ആരാണ് ചോദിച്ചു. അപ്പോൾ അതേപോലെ മായയിൽ കുടുങ്ങിയാൽ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് കാതാലതും കേട്ടുകൊണ്ടു മടങ്ങും യദുപുങ്കവൻ സന്തോഷിച്ചില്ല താൻ തെല്ലും മൂർഖൻ്റെ മധുവാണിയിൽ. അപ്പം നമ്മളെന്ത് വേണം? രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇലക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പാർട്ടിക്കാരും വന്ന് നമ്മളോട് പലതും പറയും. അതൊന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. നടന്നു, അത്രയേ ഉള്ളൂ. നടന്നു. അല്ലാണ്ട് ആ മധുവാണികളിൽ നമ്മൾ പെടാതെ കണ്ട് സത്യസന്ധമായി ഓരോ പാർട്ടിയെയും വിശകലനം ചെയ്ത് അവർ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളെ ഓതപ്രേതം തലങ്ങും വിലങ്ങും വിശകലനം ചെയ്യാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമ്മൾക്കുണ്ടാവണം. അതുകൊണ്ടാണ് സന്തോഷിച്ചിലതാണ്ടെല്ലും മൂർഖൻ്റെ മധുവാണിയിൽ, എട്ടാമൻ ഇവനാണെന്നോ മറ്റോ വല്ലോരു മോദിയിൽ, സ്വയം ഓർക്കാതെ എമ്മട്ടെ വിശ്വസിക്കും മഹാഖലൻ. അപ്പോൾ ഈ താമരശ്ശേരി കൃഷ്ണൻപട്ടത്തിൽ ഒരു മുഴം നീട്ടി എറിഞ്ഞു. എന്താ? ഏതായാലും കഥയ്ക്ക് മുമ്പേ ഈ ആറാളേനെയും കൊല്ലാതെ കൊണ്ട് വെച്ചപ്പോൾ ഒരു ദിവസം നാരദ മഹർഷി വന്നിട്ട് കംസനോട് പറയാണ്, ഈ വിഷ്ണുമായയെ ജയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ 8 ആളെ വെച്ചിട്ട് എണ്ണിയാൽ ആരിൽ നിന്ന് തുടങ്ങണു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ എന്താ വിചാരിച്ചെന്ന് നമ്മളെങ്ങനെയാണ് പറയുക? ഒരു കട്ടിൽ കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താക്കും പരസ്പരം കൈകൊണ്ടും കാലുകൊണ്ടും കുസൃതി കാണിക്കാം എന്നല്ലാണ്ട് മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവിടെയാണ് മനസ്സിൽ എന്താണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ? സ്വയം ഓർക്കാതെ അമ്മട്ട് വിശ്വസിക്കും മാങ്ങനൻ, തല്ലിയിടാനും തലോടാനും മൂർഖരായോർക്ക് എളുപ്പമാം. അവിടെയാണ് മൂർഖത്വം ഉള്ളവർക്ക് തല്ലാനും തലോടാനും. എപ്പോൾ വേണമെങ്കിലും അവർ തലോടും, എപ്പോൾ വേണമെങ്കിലും തല്ലും അവർ. നേരെ മറിച്ച് സത്യതൽപരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, തെറ്റ് ചെയ്തവൻ സാമം ദണ്ഡം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നല്ല വാക്ക് പറയുക, ദണ്ഡിക്കുക. പിന്നൊന്നുണ്ട്, ചൊല്ലിക്കോട്, തല്ലിക്കോട്, തള്ളിക്കോട് എന്ന് പറഞ്ഞാൽ, തള്ളിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ തല്ലിയിട്ടും നേരായില്ലെങ്കിൽ ഒഴിവാക്കുക. അതിന് പുരാണത്തിൻ്റെ അല്ലെങ്കിൽ വേദസമ്മതമാണത്. ചളി കണ്ടാൽ മാറി നടക്കുന്ന. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വേദസമ്മത പ്രകാരം ഒരാളെ ചളിയാണെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയാൽ, ഈ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാപിയായിരിക്കും. ആയിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല. കാരണം ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കുന്നൊരു ചൊല്ലുണ്ട്. ബന്ധങ്ങൾ ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കും. പണ്ടൊക്കെ ഈ റെയിൽവേ പാളങ്ങൾ വെൽഡിയാണ് ചെയ്തിരുന്നത്. എത്ര രാവിയാലും കടക്കട്ടെ 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 ഒരു ശബ്ദം ഉണ്ടാവും. ഇപ്പോൾ അതില്ല. കാരണം എന്താ? ഇപ്പോൾ ഒക്കെ സൂപ്പർ ഗ്രൈൻഡിങ് മെഷീൻസാണ്. അറിയില്ല, തേന് പോലെ ഒരേപോലെ ഇരിക്കും. അപ്പം മനുഷ്യന് പ്രകൃതത്തിൽ എക്സ്പീരിയൻസ് മേക്സ് ഹാബിറ്റ് എന്ന് പറയും.
ഓരോ കാര്യങ്ങളും വായിച്ച് പഠിക്കുമ്പോൾ മനസ്സാന്തരപ്പെടുക. തെറ്റായിട്ട് പറഞ്ഞത് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രസ്താവന പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ക്ലാസ് എടുക്കുമ്പോൾ. പിന്നെ ഞാൻ കുറേ കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ അതിൽ ചില വ്യത്യാസം വരണമെങ്കിൽ ഞാൻ മാനാപമാനങ്ങളില്ലാതെ കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ഫോർ യുവർ അറ്റൻഷൻ പ്ലീസ്, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്, ഇന്നതാണ് സത്യം. കാരണം എന്താ, എനിക്ക് എൻ്റെ തെറ്റുകളെ തിരുത്താം. അപ്പോൾ ആര് സന്തോഷിക്കും? എന്നിലെ ചൈതന്യം സന്തോഷിക്കും. തെറ്റിനെ ഞാൻ മറച്ചു വയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തല്ലിടാനും തലോടാനും മൂർഖരായോർക്കെളുപ്പമാം ധീമാനാം വസുദേവൻ്റെ വിചാരം പോലെ സംഭവം വന്നു. ധീമാൻ, അതായത് ഭയമില്ലാത്തവനാണ് ധീമാൻ എന്ന് പറയാം. അപ്പോൾ ധീമാനാം വസുദേവൻ്റെ വിചാരം പോലെ സംഭവം വന്നു. ദേവർഷി ചോദിച്ചു കംസനോടുടൻ ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, നാരദർഷി കംസ മഹാരാജാവിൻ്റെ സവിധത്തിലെത്തി ചോദിച്ചു, മടക്കി താനയച്ചായോ വസുദേവൻ്റെ കുഞ്ഞിനെ. കംസ, ഞാൻ വിചാരിച്ചത് തനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ട് എന്നാണ്. തനിക്ക് ബുദ്ധി ഇല്ല. എടോ, തൻ്റെ ശത്രുവിനെ എങ്ങനെയാണ് എണ്ണി തിട്ടപ്പെടുത്തുക? ഇല്ലേ, ഇപ്പം 8 ആൾ ABCDEFGH അല്ലേ? അപ്പോൾ ബി എന്നാണ് എണ്ണാൻ തുടങ്ങിയത് വിചാരിച്ചാലോ. ആരാ എട്ടാമനാവുക? BCDEFGHI. പിന്നെ മറ്റേ എന്താണെന്ന് പറയുക, ആദ്യം എണ്ണിയപ്പോൾ ആരാണ് എട്ടാമനാവുക? അവൻ 7ാമനാവും. ആദ്യം എണ്ണിയവൻ 8ാമനാവും അല്ലേ? അങ്ങനെയാണല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, മടക്കിത്താനയച്ചായോ വസുദേവൻ്റെ കുഞ്ഞിനെ അയാൾ ഓർക്കുക ദേവാംശം കംസ. അയാളുടെ കുഞ്ഞിൻ്റെ കാര്യമല്ല, 8ാമനെ പറ്റിയിട്ട് അങ്ങനെയല്ല പറഞ്ഞത്. 8ാമൻ പിന്നെ പൂർണ്ണ അവതാരാണ്. ഈ വസുദേവനാരാ? വിഷ്ണുവംശകനാണ്, ആനകദുന്ദുവിയാണ്. അയാൾ ഓർക്കുക ദേവാംശം കംസ, ഓർക്കുക ദേവാംശം കംസ, നീ കാലനേമിയാം. മുൻജന്മത്തിൽ നീ കാലനേമിയായിരുന്നു. വിഷ്ണുവങ്ങയിൽ ഇപ്പോഴും വൈരം വെച്ചാണിരിപ്പതും. വിഷ്ണുവിൽ അങ്ങയ്ക്ക് വൈരുണ്ട്, തന്നിൽ വിഷ്ണുവിനും വൈരമുണ്ട് അല്ലേ? വിഷ്ണു അല്ലേ? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. വെണ്ണോർ തൻ കപടോപായം പലതും കേട്ടറിഞ്ഞു ഞാൻ. അതാണ് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വിണ്ണോർ, ദേവന്മാരുടെ പലതരത്തിലുള്ള കാപ്പട്യം നിറഞ്ഞ കാര്യങ്ങളും എനിക്കറിയാം. എമ്മട്ടറിയും ആദ്യം വന്നു ജനിക്കലോ, എമ്മട്ടറിയും 8ാമനാദ്യം വന്നു ജനിക്കലോ അല്ലേ? ഈശ്വരൻ ഓരോരുത്തർക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്കും ഓരോ നമ്പർ തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ 8ാമനാണ് ആദ്യം വരുന്നത്, താൻ എന്താ ചെയ്യുക? അങ്ങനെ ആണ് നാരദർ പറഞ്ഞ് മനസ്സിലാക്കിയത്. കാര്യത്തിനെന്തും ചെയ്തിടും വജ്രി എന്നതു തീർച്ചയാം. ആരാ വജ്രി? വജ്രി എന്ന് പറഞ്ഞാൽ വജ്രം ആയുധമായിട്ടുള്ളവൻ. അവനാരാ? സാക്ഷാൽ ഇന്ദ്രൻ. ഇന്ദ്രൻ നിങ്ങളെപ്പോലുള്ള ആസുരീയ സമ്പത്തുകാരെ, രാക്ഷസീയ സമ്പത്തുകാരെ ഉന്മൂലനാശനം ചെയ്യാൻ പല ഉപാധികളും ചെയ്ത് നിങ്ങളെ ഹനിക്കാൻ പിന്നെ സാക്ഷാൽ ശ്രീഹരിയോട് ചട്ടം കെട്ടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, കാര്യത്തിനെന്തും ചെയ്തിടും വജ്രി എന്നത് തീർച്ചയാം, സൂക്ഷിച്ചിടണം ഇനി നാം ദേവകീ വസുദേവരെ. അവിടെ വളരെ തന്മയത്വത്തോടെ പറഞ്ഞു, നമ്മളെന്നാണ് പറഞ്ഞത്. നാം സൂക്ഷിച്ചിടണം ഇനി നാം, ഞാനും താനും സൂക്ഷിക്കണം എന്നാ. അതെന്തിനാ? സമയമായില്ല പോലും എന്ന് പറയുന്ന മാതിരി സമയമായി എന്നും പറയും. അപ്പോൾ ഈ കംസൻ എന്നുള്ള വ്യക്തിയുടെ കർമ്മം ക്ഷയിക്കണം, അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്നുള്ള പുണ്യം ക്ഷയിക്കണം. അയാൾ ചെയ്തുള്ള തപസ്സിൻ്റെ ശക്തി ഇല്ലായ്മ ചെയ്യുമ്പോഴാണ് വിഷ്ണുവിനും അയാളെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇയാളുടെ കാര്യത്തിൽ ഏറെക്കുറെ പിന്നെ ഇനിയൊരു 10-11 വയസ്സ് വർഷമേ ഉള്ളൂ ആയുസ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു മുഴം നീട്ടി എറിഞ്ഞു, വർഷം ദേവകീ ദേവി പെറ്റു കുട്ടികളേത് പറഞ്ഞു അല്ലേ? അപ്പോൾ 8ാമൻ ആണല്ലോ കൊല്ലുക, അല്ല കൃഷ്ണനാണല്ലോ ഒന്ന് കൊല്ലേണ്ടത്.
അപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടായത് വിചാരിച്ചാൽ 16 വർഷം കഴിഞ്ഞിട്ടല്ലേ പിന്നെ കൃഷ്ണന് വരാൻ പറ്റുള്ളൂ. അത് പറ്റില്ല. അവന് 8 കൊല്ലമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് ആഖ്യാനത്തിൽ നിന്ന് കിട്ടുമോ? കിട്ടില്ല. നമ്മളെ ലോജിസ്റ്റിക് കൺക്ലൂഷൻസ് നമ്മൾക്ക് ഭഗവാൻ ഒരു ഇൻ്റലിജൻസ് തന്നിട്ടുണ്ട്. ആലോചിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഗോരൂപം ധരിച്ചിട്ടുള്ള ഭൂമിദേവി ബ്രഹ്മാവും പിന്നെ ദേവേന്ദ്രനും ദേവന്മാരും അതേമാതിരി പരമശിവനും കൂടി എപ്പോഴൊക്കെ ദുഃഖം ഉണ്ടാവുന്നുണ്ടോ അപ്പോഴൊക്കെ മഹാവിഷ്ണുവിനെ പോയി പാലാഴിയിൽ പോയിട്ട് പുരുഷ സൂക്തം കൊണ്ട് സ്തുതിക്കും. അപ്പോൾ ഒരു തേജപുഞ്ചേ കാണുള്ളൂ, വിഷ്ണുവിനെ കാണില്ല. ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല കേട്ടോ. ഇനി അതുകൊണ്ട് പേടി ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ. അപ്പോൾ എന്താ പറഞ്ഞത്? സമയമാകുമ്പോൾ ഒക്കെ ശരിയാവും, നിങ്ങൾ പണങ്ങിപ്പോയിട്ട് സ്വസ്ഥയായിട്ടിരിക്കുമെന്ന്. ഇന്ന് അച്ഛൻ മക്കളോട് അങ്ങനെ വല്ലതും പറഞ്ഞു വിചാരിച്ചാൽ ആ മകൻ അച്ഛനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കും. കാലുകൊണ്ടും ചിലപ്പോൾ തൊഴിച്ചു എന്ന് വരും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് അച്ഛനമ്മമാർ കുട്ടികളെ ഉപദേശിക്കാറില്ല. എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ കണ്ണടിക്കും, മുണ്ടാണ്ടിരിക്കടി, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചോ. അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ കാര്യത്തിനെന്തും ചെയ്തിടും ഭദ്രയെന്നത് തീർച്ചയാം സൂക്ഷിച്ചിടണം ഇനി നാം ദേവകി വസുദേവരെ. വിടേണ്ട ദൂരം ഉദരം ദേവന്മാരെ വിടേണ്ടത്. അവിടെ എനിക്കൊരു മനസ്സിലായില്ല, അവിടെ ഒരു കോമയുണ്ട്. വിടേണ്ട ദുരം ദേവന്മാർ പലരുണ്ട് ഇവിടങ്ങളിൽ. വിടേണ്ട ദുരം അതായത് അരനിമിഷം കളയരുത് ആരും പറഞ്ഞില്ലേ, അതേപോലെ ദേവന്മാർ പലരുണ്ട് ഇവിടങ്ങളിൽ കൽപ്പിച്ചാൻ കംസൻ അയാളെ മടക്കി കൊണ്ടുവന്നിടാൻ. മനസ്സിലായി. ഒരു ദീർഘത്തിൻ്റെ കമ്മിയാണ്. വിടേണ്ട ദേവകി വസുദേവരന്മാരെ വിടേണ്ട. അവരധികം ദൂരത്ത് എത്തിയിട്ടുണ്ടാവില്ല, മടക്കി വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. വിടേണ്ട ദൂരം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയല്ല, വിടേണ്ട ദൂരം. അധികം ദൂരത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പെട്ടെന്ന് എന്തെങ്കിലും വന്നു. എന്നിട്ട് അതാണ് സൂക്ഷിച്ചിടേണം ഇനി നാം ദേവകി വസുദേവരെ വിടേണ്ട ദൂരം ദേവന്മാർ പലരുണ്ട് ഇവിടങ്ങളിൽ കൽപ്പിച്ചാൻ കംസൻ അയാളെ മടക്കി കൊണ്ടുവന്നിടാൻ. അപ്പോൾ എനിക്ക് ഇവിടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഭാഗവത മൂലത്തിൽ 1-ാമൻ്റെയും 2-ാമൻ്റെയും 3-ാമൻ്റെയും 4-ാമൻ്റെയും 5-ാമൻ്റെയും 6-ാമൻ്റെയും പേരുകൾ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നണത് 75-ാം വയസ്സിൽ പിന്നെ എന്താണ് പറയുക, 75-ാം വയസ്സിൽ ഒരു സൂര്യഗ്രഹണ സമയത്ത് ഇവരെല്ലാവരും കൂടുന്നുണ്ട്. അന്ന് ദേവകി ദേവി പറയണ്ടായി, നിനക്ക് മുന്നേ പോയിട്ട് വന്ന് ജനിച്ചവരെയൊക്കെ ഒന്ന് കണ്ടാൽ തിരക്കടില്ല. അവിടെ പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മടിയിലിരുത്തിയിട്ട് ദേവകി ദേവി മുലകൂട്ടുന്നുണ്ട്. ഒരു സന്ദർഭമുണ്ട് അവിടെ. എന്തോ ആവട്ടെ, കഥയിൽ ചോദ്യമില്ല. ഋഷിപ്രോക്തമായുള്ള കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥത കൈവിടാതേണ്ടിരിക്കുക. പറയാൻ അത് കാരണം ഉണ്ടായിരിക്കും പരമശൈലി. ഇപ്പം ഇതിൻ്റെ മുമ്പേ പറയാത്തത് പലതും അത് നമുക്ക് നല്ല ഗുണപാഠങ്ങളുണ്ടായിരുന്നു. അതാണ് 24,000 ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ. നേരെ മറിച്ച് ഒറിജിനൽ ടെക്സ്റ്റിൽ 14,000 ചില്ലാനേ ഉള്ളൂ. അതിൽ 4,000 ചില്ലാൻ ഭഗവാനോടുള്ള സ്തുതികളാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്തായി? ദേവന്മാർ പലരുണ്ട് ഇവിടങ്ങളിൽ കൽപ്പിച്ചാൻ കംസനയാളെ മടക്കി കൊണ്ടുവന്നിടാൻ പത്നിയോടൊപ്പം എന്നല്ല കുഞ്ഞിനെ കൊണ്ടു നിർദ്ദയൻ. അതായത് ദേവികി ദേവിനെ കൊണ്ടുവരാനല്ല പറഞ്ഞത്. അപ്പോൾ പോയിട്ടുണ്ടല്ലോ കയ്യിൽ കുഞ്ഞായിട്ട്, അവർ 2 തിരിച്ചു വിളിക്കൂ, ഓർഡറാണെന്ന് പറഞ്ഞു. പത്നിയോടൊപ്പം എന്നല്ല കുഞ്ഞിനെ കൊണ്ടു നിർദ്ദയൻ ഉടൻ ജയിൽ പുള്ളികളായി തീർത്തു 2 ഖലൻ. 2 ജയിലിലിട്ടു എന്നാണ് അവിടെ പറഞ്ഞത്. തുറുങ്കിലും ഭക്തി പൂണ്ടേ വിളങ്ങിയതും അല്ലല്ല, ഒരു മിനിറ്റ്. ദേവന്മാർ പലരുണ്ട് ഇവിടങ്ങളിൽ കൽപ്പിച്ചാൻ കംസനയാളെ മടക്കി കൊണ്ടുവന്നിടാൻ പത്നിയോടൊപ്പം.
കുട്ടീനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞില്ല. എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ദേവികി ദേവീനെയും ഒപ്പം കൂടി കൊണ്ടുവരും. ഞാൻ എന്താ പറഞ്ഞത്, ദേവികി ദേവി അല്ല കുഞ്ഞിനെന്നാണ് പറഞ്ഞത്. അത് എൻ്റെ പെശകാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. ഇവിടെ എന്താ പറഞ്ഞത്, പത്നിയോടൊപ്പം എന്നല്ല കുഞ്ഞിനെ കൊന്നു നിർദ്ദയെണ്ണ. സോറി വസുദേവരേനെയും ദേവികി ദേവിനെയും വിളിപ്പിച്ചു, ജയിലിൽ അടച്ചു. സത്യത്തിൽ ഒറിജിനൽ ടെസ്റ്റിൽ എന്താ, ആദ്യം തന്നെ തുറുങ്കിലടിച്ചു എന്നാ. പിന്നെ ഇവരെ പിന്നെ അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ കുട്ടീനെ പ്രസവിച്ചപ്പോൾ ഭഗവാൻ ചതുർഭുജനായിട്ട് ദർശനം കൊടുത്തു. നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുണ്ടായി. എൻ്റെ മായ കംസ എന്താ പറയുക, കംസൻ്റെ സേനകളേനെ കാവൽക്കാർക്കൊക്കെ മായ ബാധിച്ച് ഉറങ്ങും. പൂട്ടൊക്കെ സ്വയം തുറക്കപ്പെടും. ചെറിയൊരു മഴ ഉണ്ടാവും. അപ്പോൾ കുട പിടിക്കേണ്ട ആളുണ്ടാവും. ആരാന്നൊന്നും പറഞ്ഞില്ല. അത് ആദിശേഷനായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കഥകളിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇവിടെ പത്നിയോടൊപ്പം എന്നല്ല കുഞ്ഞിനെ കൊന്നു നിർദ്ദയൻ ഉടൻ ജയിൽ പുള്ളികളായി തീർത്തു രണ്ടാളെയും ഖലൻ തുറുങ്കിലും ഭക്തി പൂണ്ടേ വിളങ്ങിയത് പുങ്കവൻ. ഇവിടെയാണ് നമുക്ക് വേറൊരു ഉപദേശം. എന്താ, നമ്മൾ എവിടെയാണെങ്കിലും ശരി ഭക്തി വിടരുത്. ജയിലിലാച്ച ജയിലിൽ തുറുങ്കിലും ഭക്തി പൂണ്ടേ വിളങ്ങിയത് പൊങ്കവൻ ഇരുട്ടറയിൽ വന്നിടും സൂര്യനെന്നത് പോലവേ കംസൻ കോപിഷ്ടനായുണ്ടായുള്ള കിടാവിനെ ഉണ്ടായിക്കൊണ്ട് കിടാവിനങ്ങളൊക്കെ കൊന്നാൻ വിഷ്ണുവിൻ വല്ലാത്ത ഭയം വർദ്ധിക്ക കാരണം. വിഷ്ണുവിനോട് ഭയം വർദ്ധിക്ക കാരണം അപ്പം ഉണ്ടാവുന്ന കുട്ടികളെയൊക്കെ അദ്ദേഹം കൊന്നു. അഘൻ പ്രലംബൻ ചാണൂരൻ തൃണാവർത്തൻ ഭഗൻ ശലൻ ഈ മട്ട് അനേകം ദുഷ്ടന്മാർക്കൊക്കെയും താങ്ങലായവൻ. പിൻബലുണ്ട്. കംസന ഈ പറഞ്ഞ അഘൻ പ്രലംബൻ ചാണൂരൻ തൃണാവർത്തൻ ഭഗൻ ശലൻ പൂതന ഇങ്ങനെ പല ആൾക്കാരുണ്ട്. ഒക്കെയും താങ്ങലായവൻ പുണ്യവാന്മാരെ ഒട്ടാകെ വേദനിപ്പിച്ചു നിർദ്ദയൻ. അതാണ്, പുണ്യവാന്മാരെ ഒട്ടാകെ വേദനിപ്പിച്ചു നിർദ്ദയൻ. ദയില്ലാത്തവൻ വിദ്രോഹിച്ചാട്ടിയോടിച്ചു വിശേഷിച്ചു യദുക്കളെ. അതിൽ യദുകുലത്തിൽ പറഞ്ഞവരേനെ പ്രത്യേകം ശ്രദ്ധ വെച്ച് അടിപ്പായിച്ചു. ആധിപത്യം, അഹങ്കാരം, ലോഭം, മൂർഖത, ദുർമതം, സ്വാർത്ഥം എന്നിവ മൂത്തേടിൽ അവനെന്തു ചെയ്തിടാ. ഇത് നമ്മളോട് ചോദിക്കണം നമ്മൾ. അപ്പം നമ്മളിൽ ഈ ദോഷശകലങ്ങൾ ഉണ്ടെങ്കിൽ അവയെ വെട്ടി പുറത്തിടണം. ആധിപത്യം, അഹങ്കാരം, ലോഭം, മൂർഖത, ദുർമതം, സ്വാർത്ഥം എന്നിവ. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത, മമത എന്നർത്ഥം. എനിക്ക് എൻ്റേത് അത് പാടില്ല എന്നാ അർത്ഥം. പറഞ്ഞില്ല കണ്ടു പോയാൽ എനിക്ക് ആശ്രയദോഷം ഉണ്ടാവും. അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, അർഹമായിട്ടുള്ളതൊക്കെ ആസ്വദിക്കൂ, അനർഹമായത് വേണ്ട. അപ്പോൾ ആധിപത്യം, അഹങ്കാരം, ലോഭം, മൂർഖത, ദുർമതം, സ്വാർത്ഥം എന്നിവ മൂത്തേടിൽ അവൻ എന്തെന്തു ചെയ്തിട. എല്ലാം ചെയ്യും. പറഞ്ഞ മനസ്സിലെ തന്നെ ശാസിച്ചളവിൽ ഒരു നാൾ അച്ഛനെ പോലും അയാൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞേളൂ. ഈശ്വര പ്രേരിതമായിട്ടാണ് പറഞ്ഞത്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ കണ്ണെടുക്കും, ഉണ്ടായിട്ടിരുന്നോ തല്ല് കിട്ടാതിരിക്കാൻ. ഞാൻ പറഞ്ഞു അത് സത്യമാക്കി ഇവിടെ ഭഗവാൻ. എന്താ, തന്നെ ശാസിച്ചവളിൽ ഒരു നാളച്ഛനെ പോലും അയാൾ തന്നെ താൻ ചെന്ന് അതികഠിനനാം ചങ്ങലയ്ക്കിട്ടു ദുഷ്ടൻ. അതായത് ഈ കംസൻ്റെ അച്ഛൻ എന്താ പറയുക, പേര് വരുന്നില്ല കേട്ടോ വായല. ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ ഹരിദാസരൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഉഗ്രസേന മഹാരാജാവ്, കമ്പി ഉഗ്രസേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. പിടിച്ച് ജയിലിലിട്ടു തേങ്ങളെ മൂള അച്ഛൻ. അതുകൊണ്ടാണ് തന്നെ ശാസിച്ചളവിൽ ഒരു നാളച്ഛനെ പോലും അയാൾ താൻ ചെന്ന് അതികഠിനൻ. താൻ തന്നെ പോയി തുറുങ്കിൽ അടപ്പിച്ചു എന്നാണ് പറഞ്ഞത്.
ചങ്ങലക്കിട്ടു ദുഷ്ടൻ മാന്യം മന്യൻ മഹിതമുതരാ മണ്ഡലത്തിങ്കൽ വാണാൻ തന്നിഷ്ടം പോലൊരുവനെയും ഈ മണ്ണിൽ മാനിച്ചിടാത്തോൻ. വളരെ പിന്നെ തുറന്നു പറഞ്ഞു. എന്തേ? മാന്യം അന്യൻ മഹിതമധുരാ മണ്ഡലത്തിങ്കൽ വാണാൻ. ആ മാന്യന്മാരെയൊക്കെ തുറുങ്കലടച്ച് ഇയാളെ സ്വാർത്ഥതയോടുകൂടി ജീവിക്കാൻ തുടങ്ങി. തന്നിഷ്ടം പോലൊരുവനെയും ഈ മണ്ണിൽ മാനിച്ചിടാത്തോൻ. തന്നിഷ്ടം പോലെ വേറെ വല്ലവരുടെ സമ്മതിക്കില്ല എന്ന് അവനെ പിടിച്ചൊരു തുറുങ്കലടിക്കുക. എൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി എന്നാ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ തൃതീയ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ആ ലീലാകാന്ഡം, ശ്രീകൃഷ്ണ ലീലാകാന്ഡത്തിലത്തെ 3-ാം അധ്യായം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ 4-ാം സർഗം പറയണം. ദേവകി ഗർഭവർണ്ണനം, കംസൻ്റെ ഭയപ്പാട്, ബ്രഹ്മാതിസ്തുതി മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.